അമ്മ സത്യം പറയോ? എന്താ മോളെ? ഈ വിവാഹം നടത്തണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ലേ? സത്യം പറയണം. മോക്കിപ്പ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? ഞാൻ ചോദിച്ചത് ഞാൻ മാത്രല്ല, നമ്മളുടെ കുടുംബത്തിന് മോളുടെ. അമ്മ മതി, അതിനെ കുറിച്ചൊന്നും പറയണ്ട. അല്ല മോളെ, സത്യ കല്യാണം തുല്യരുമായിട്ടൊക്കെ അധികവും നടക്കാറ്. ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉയരത്തിലാ മോളുടെ കൂട്ടര്. ഈ പാവം പിടിച്ച ഞങ്ങളുടെ ഇടയിലേക്ക് ആകാശത്തുനിന്നൊരു നക്ഷത്രം പൊട്ടി വീണു ഞങ്ങൾക്ക് വെളിച്ചം തരാൻ. അതാണ് എന്റെ മോള്. പിന്നെ ചില ജോലി തിരക്കുകൾക്കിടയില് എന്റെ മോളെ ശ്രദ്ധിക്കാൻ പറ്റാത്തതായിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇല്ലമ്മേ, അങ്ങനൊന്നുമില്ല. പിന്നെ ബാലുവുമായിട്ടുള്ള പരിഭവം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അതുണ്ടാവും. അത് നിങ്ങൾ തന്നെ വേണം തീർക്കാൻ. എന്താന്ന് വെച്ചാ സന്ദീപേട്ടാ, എന്താ യാമിനി? ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസാ. അപ്പമോളിതാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ഉറപ്പിച്ചു പറയാം, ആ വീട്ടിൽ എന്തൊക്കെയോ പുകഞ്ഞു തുടങ്ങി. ആ, അപ്പു ഇങ്ങോട്ട് വിളിച്ചതിനെ ആ രീതിയിലൊന്നും വ്യാഖ്യാനിക്കണ്ട. മകൾ അമ്മയെ വിളിച്ചു, അത്രേ ഉള്ളൂ. അതിനെ പുകച്ചിലായിട്ട് തീയായിട്ടൊന്നും കാണണ്ട. കാണും. ആളിപ്പടരാൻ പോകുന്നൊരു തീയുടെ തുടക്കമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണും. അപ്പു ഒറ്റയ്ക്ക് മാറിയിരുന്നാ വിളിച്ചിട്ടുള്ളത്. അവളവിടെ ഭക്ഷണവും കഴിച്ചിട്ടില്ല. ആ സുധാമണി അപ്പുവിനോട് സംസാരിക്കുന്നത് ഞാനും അമ്മയും ഫോണിൽ കേട്ടതാ. പാവം നമ്മുടെ മോള് അവിടെ പെട്ടുപോയിന്ന് നേരത്തെ തന്നെ അപ്പുവിന് മനസ്സിലായതാ. പക്ഷേ അപ്പുവായിട്ട് കണ്ടുപിടിച്ച ബന്ധമായതുകൊണ്ട് സന്തോഷം അഭിനയിച്ചു നിന്നു. അവിടുത്തെ കുറവുകളെ ഓരോന്ന് പറഞ്ഞ് അവള് ന്യായീകരിച്ചു. പക്ഷേ ഇപ്പൊ നിവൃത്തിയില്ലാതായേക്കുക. അതെ, ഞാൻ 101% ഉറപ്പിച്ചു പറയാം, ബാലുവായിട്ടുള്ള ബന്ധം അപ്പുവിന് മടുത്തു കഴിഞ്ഞു. അപ്പു തിരിച്ചു വരും. യാമിനി പറഞ്ഞ സത്യമാണെങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമായിരുന്നു. നമ്മൾ ഒറ്റ മനസ്സോടെ നിന്ന 1 മാസത്തിനുള്ളില് അപ്പു ഈ വീട്ടില് തിരിച്ചു വരും. അതിനുള്ള ശ്രമങ്ങള് നമുക്ക് ഇന്നു മുതൽ തുടങ്ങണം. മതിയമ്മേ. പോരാ പോരാ, അതും കൂടി കഴിക്കും. അത് ഞാൻ എടുത്തോളാം അമ്മേ. ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ. ഏട്ടാ, ഞങ്ങളുടെ ആർട്സ് ഡേ അടുത്ത മൺഡേ. എന്റെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. ഗുഡ്. അപ്പൊ അത് കാണാൻ ഞാനും വരും, നിന്റെ കൂട്ടുകാർക്ക് സർപ്രൈസ് ആയിട്ട്. ഏട്ടൻ വരുവോ?
അത് പൊളിച്ചു. ആ ഏട്ടൻ മാത്രമല്ല, ഈ ഏട്ടനും വരും. അടിപൊളി. എന്താണ് എവിടെ പോന്ന കാര്യ? അമ്മേ, എന്റെ ആർട്സ് ഡേക്ക് എന്റെ 2 ഏട്ടന്മാര് വരുന്നുണ്ട്. അപ്പു അപർണ മോളോ? ആ എനിക്കിന്ന് ഓഫീസിലെ ഡ്യൂട്ടി ഉണ്ടമ്മേ. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാ മോളെ. അയ്യോ അമ്മേ, ഇപ്പോഴാ ഞാൻ ഓർത്തെ. അടുത്ത മൺഡേ ഞാൻ വേറൊരു പ്രോഗ്രാം ഏറ്റുപോയി. അതൊന്നും പറ്റില്ല. ഏട്ടൻ വന്നേ പറ്റൂ. ഏട്ടൻ വരണം. എനിക്ക് വാക്ക് തന്നതാ. എന്താ മോളെ, കഴിച്ചിട്ട് പോ. ഞാൻ അകത്തിരുന്ന് കഴിച്ചോളാം. മോളെ ഇറങ്ങിയോ? ആ, ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. കോളനിയിൽ നിന്ന് കുറച്ച് മാറി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ആ ശരി, ഏകദേശം എത്താറാകുമ്പം ഒരു മിസ് കോൾ വന്നാ. ആ ശരി, ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ എത്തും. ആ ആ, പിന്നെ ഒപ്പിടേണ്ട പേപ്പറുകളെല്ലാം കൊണ്ടുവരണം. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ ഓഫീസിൽ പെട്ടെന്ന് ചാർജ് എടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഉദ്ദേശിച്ചത് മുഴുവൻ നടത്തിയെടുക്കണം. ഞാനും അതിനുവേണ്ടിയുള്ള നീക്കങ്ങളിൽ തന്നെയാണ്. വിദേശത്തേക്കൊന്നും ഞാനില്ല. ഇനിയുള്ള കാലം എന്റെ ഭാര്യയോടും മക്കളോടും ഒത്ത് സമാധാനത്തോടെ ജീവിക്കാം. അത്രേ ഉള്ളൂ ആഗ്രഹം. ആ പിന്നെ സുധാമണിയോ? ആ ശരി ശരി, ഞാൻ ഫോൺ വെക്കുക. ആ ശരി, ഓക്കെ. എന്റെ ഒരു സ്നേഹിതനാ വിളിച്ചതേ. വിദേശത്ത് ജോലി റെഡിയാക്കാന്നൊരു ഓഫറേ. ഇവിടം വിട്ട് എങ്ങോട്ടും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. നല്ല ജോലിയൊക്കെ ആണെങ്കിൽ ഇനി കോടാനുകോടി ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിലും ഞാനിനി നിങ്ങളെ വിട്ട് എങ്ങോട്ടും ഇല്ല. ഭക്ഷണം വിളമ്പാം. ആ വേണ്ട സുധാമണി, ഞാൻ എടുത്തു കഴിച്ചോളാം. ഇത് പായസമാണ്. ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ? അങ്ങനൊന്നുമില്ല, പെട്ടെന്ന് തോന്നി പായസം വെച്ച നന്നായിരിക്കും, അങ്ങനെ വെച്ചതാ. അങ്ങനെ പെട്ടെന്നൊരു തോന്നൽ വരണമെങ്കിൽ സുധാമണിക്ക് മനസ്സിലെവിടെയോ സന്തോഷം തോന്നിയതാ അല്ലേ? നമുക്കിനി സന്തോഷത്തിന്റെ ദിവസങ്ങളായിരിക്കും സുധേ. സുധാമണിയുടെ കൈകൊണ്ട് തന്നെ പായസം തന്നോളൂ. ഇതാ. ഗംഭീരം.
കാലം ഇതാരെ അറിയിക്കണ്ട. ബാലുവിനോടും ആരോടും പറയണ്ട. നമുക്ക് തീരുമാനിച്ച ശേഷം അവരെയൊക്കെ അറിയിക്കാം. സുധേ, അപർണ കാലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു അല്ലേ? വിളിക്കൂ അങ്കിളെ, ഇനിയും വിളിക്കും. വിളികൾക്ക് അവസാനം അവൾ അങ്ങ് വരും. അവിടെ എന്തൊക്കെയോ പുകച്ചിലുകൾ നടക്കുകയാണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. ആ പുകച്ചില് താമസിയാതെ തീയായി കത്തി തുടങ്ങും അങ്കിളെ. പിന്നെ അതങ്ങ് ആളിപ്പടരും. ആ തീയിൽ പെട്ട് അവരുടെ ബന്ധം കട്ടപ്പുകയാവും. കട്ടപ്പുക. എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു കിരണേ. അങ്കിളെ, അങ്കിള് നോട്ട് ചെയ്ത് വെച്ചോ. ഒരു ബന്ധം തമ്മിൽ തല്ലിച്ച് അടിച്ച് പിരിയണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ എളുപ്പ വഴിയുണ്ട്. സംശയം എന്ന വിഷവിത്തിനെ അവരുടെ ഇടയിൽ നടും. അങ്കിള് ഷേക്സ്പിയർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഷേക്സ്പിയറിന്റെ ഒഥല്ലോ നാടകത്തിന്റെ കഥ അറിയാമോ? ഒറ്റ മനസ്സോടെയും അതുപോലെ ഒറ്റ ശരീരത്തോടെയും ജീവിക്കുന്ന ഒഥല്ലോയും ഡെസ്ഡെമോണയും, അതായത് ബാലുവും അപർണയും. ഡെസ്ഡെമോണയെ മോഹിച്ചു നടന്ന ഒരാളുണ്ട്, റോഡ്രിഗോ, അതായത് ഞാൻ. റോഡ്രിഗോയ്ക്ക് ഡെസ്ഡെമോണയെ വേണം. അതിനുവേണ്ടി ഭ്രാന്ത് എടുത്ത് നടക്കുക, അതായത് ഞാൻ നടക്കും പോലെ. റോഡ്രിഗോ സഹായത്തിനായി ഇയാഗോ എന്ന ഒരു ഊഴൻ ഫ്രോഡിനെ കൂട്ടുപിടിക്കുന്നു. വേണമെങ്കിൽ ഇയാഗോ അങ്കിളാണെന്ന് പറയാം. പക്ഷേ ഇവിടെ എനിക്ക് അങ്കിളിനെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അത് സാരമല്ല, നീ പറ. റോഡ്രിഗോയ്ക്ക് വേണ്ടി ഒഥല്ലോയും ഡെസ്ഡെമോണയും തമ്മിൽ തെറ്റിക്കാവുന്ന ഇയാഗോ ഏൽക്കുന്നു. അങ്ങനെ ഇയാഗോ ഒഥല്ലോയുടെ മനസ്സിൽ സംശയരോഗം കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോ ബാലുവിനും അപർണയ്ക്കും ഇടയിൽ ഞാൻ സംശയരോഗം എടുത്തിട്ടതുപോലെ. എന്നിട്ട് അവസാനം എന്തായി? അവസാനം ഒഥല്ലോ ഡെസ്ഡെമോണയെ കൊല്ലുന്നു. ശരിക്കും സത്യമാണോ? പിന്നല്ലാതെ. അങ്കിള് ഒന്ന് ഒഥല്ലോ വായിച്ചു നോക്ക്. സംശയരോഗത്തിന്റെ പവർ അതാണ് അങ്കിളെ. ലോകത്തിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭാര്യയും ഭർത്താവുമായിരുന്നു ഒഥല്ലോയും ഡെസ്ഡെമോണയും. ആ ഒഥല്ലോയ്ക്ക് സംശയരോഗം ബാധിച്ച് ഡെസ്ഡെമോണയെ കൊല്ലാമെങ്കില് ബാലുവിന് അപർണയെ 2 വട്ടം കൊല്ലാം. അങ്കിള് കണ്ടോ എന്താ നടക്കാൻ പോകുന്നേന്ന്? ആ അപർണയാകുന്ന ഡെസ്ഡെമോണ റോഡ്രിഗോയാകുന്ന ഈ കിരണിനുള്ളതാ. നിന്നെ പോലൊരു ഭാര്യയെ എനിക്ക് കിട്ടിയില്ലേ? അതിലും വലിയൊരു ഭാഗ്യം വേറെ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യാണോ? അങ്ങനെയാണെങ്കിൽ
എന്റെ ജീവിതത്തിൽ വീണ്ടും സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരികയാണോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നുക. അദ്ദേഹം പറയുന്നതെല്ലാം സത്യം തന്നെയാണ്. എൻ്റെയും മക്കളുടെയും ജീവിതത്തിന് സന്തോഷം തരാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇപ്പൊ തിരിച്ചെത്തിയത്. ഞാൻ തറയിൽ കിടന്നോളാം. ആയിക്കോട്ടെ. എന്നെ വന്ന് വിളിച്ച് കട്ടിലിൽ കിടക്കാൻ പറയുന്ന ഞാൻ കരുതിയത്. എന്നെ വിളിച്ചില്ല. അപ്പുവിന്റെ ജീവിതത്തില് എനിക്ക് സ്ഥാനമില്ലെന്ന അതിന്റെ അർത്ഥം. ഇല്ല, വാശി എങ്കിൽ വാശി. താഴാവുന്നതിന്റെ അങ്ങേയറ്റം താണു. അഭിമാനം തീരെ അങ്ങ് അടിയറ വെക്കാൻ വയ്യ. ഞാൻ താഴെ കിടക്കാം. ബാലു കട്ടിൽ കിടക്കട്ടെ. ബാലു കട്ടിൽ കിടന്നോ, ഞാൻ താഴെ കിടക്കാം. എന്നോട് സംസാരിച്ചു പോലും.